സഹൃദയരെ, അടിപൊളി പാട്ടും കളർഫുൾ ഡാൻസും കേട്ട് ആനന്ദത്തിൽ ആറാടി നിൽക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തട്ടിക്കൂട്ടി പൊടിയും തട്ടിയെടുത്ത് പഴയ കാല സ്മരണകളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന പരിപാടി? നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പഴഞ്ചൊല്ലുകളും മുത്തശ്ശിക്കഥകളും കടുങ്കഥകളുമാണ്. ഒരു കാലത്ത് വൈകുന്നേരങ്ങളിൽ മുത്തശ്ശിയുടെ ചുറ്റും കഥകൾ കേട്ടും കടങ്കഥകൾ ചോദിച്ചും പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് സല്ലപിച്ചും വളർന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അതോടൊപ്പം കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകളും ഓണവും വിഷുവും പോലുള്ള ഉത്സവങ്ങളും വയലോരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും മുഴങ്ങിക്കേട്ട നാട്ടുപാട്ടുകളും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അഭിമാനമാണ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരോ പരാമർശിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരോ മരിച്ചവരോ അല്ല. അങ്ങനെ ആർക്കെങ്കിലും അവരോട് സാദൃശ്യം തോന്നിയാൽ ഞങ്ങൾ നിരപരാധികളായിരിക്കും. ഞങ്ങൾ അതിൽ നിന്നും തീർത്ത് കുറ്റവിമുക്തരായിരിക്കും. ആരെയെങ്കിലും ഹൃദയസ്പൃക്കായി ഈ ഞങ്ങളുടെ ഡയലോഗുകൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമ ചോദിച്ചുകൊണ്ട് അടുത്ത ബെല്ലോടുകൂടി ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നു. മനുഷ്യ, ഞാൻ ബെല്ലെടുക്കാൻ മറന്നുപോയി. അയ്യോ സഹൃദയരെ, തിരശീല മാറിയാൽ ഉടൻ തന്നെ ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. അല്ല, ഈ മൂവന്തിക്കാരാ ഇങ്ങോട്ട് കയറി വരുന്നത്? രണ്ടടിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് കണ്ടപ്പോ മനുഷ്യനെ ഒരുമാതിരി ആക്കാൻ കയറി വരുന്നു. ഇവനൊന്നും വേറെ പണിയില്ലയോ? അല്ല, ഇതൊക്കെ അറിയാത്തനോ? കേറി വാ. ഇപ്പൊ നിങ്ങളുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് 100 ആയുസ. എന്റെ പറയാമോ, നമ്മളിപ്പോ പറഞ്ഞ ആള് വന്ന് കേട്ടോ. കറിയാച്ച വന്നാട്ട് ഇരുന്നാട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ തോമാച്ച എന്ത് പറയാൻ, സുഖമായിരിക്കുന്നു. നിങ്ങളുടെ കെട്ടിയോളെന്തി? ഓ, കെട്ടിയോളകത്ത് അവൾ അവിടെ പണിയും നോക്കിയിരിക്കുകയല്ലയോ? കുറച്ച് നാളായിട്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ കിടന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വളരെ വിഷമത്തോടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ സഭയെപ്പറ്റിയും നമ്മുടെ മെത്രാന്മാരെ പറ്റിയും നമ്മുടെ പള്ളിയെപ്പറ്റിയും നമ്മുടെ അച്ഛന്മാരെ പറ്റിയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ നിങ്ങളെ കണ്ടത്. നിങ്ങളാകുമ്പം ഇതൊക്കെ കണ്ടും കേട്ടും കുറേ പരിചയമുള്ള ആളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അതിനെന്താ കറിയാച്ചാ, ചോദിച്ചോ. എനിക്കറിയാവുന്നതാണെങ്കിൽ പറയും. പക്ഷെ ഒറ്റയൊരു കാര്യം ഞാൻ പഴഞ്ചൊല്ലിക്കൂടെ പറയാനേ ശ്രമിക്കത്തുള്ളൂ. അത് മറക്കണ്ട കേട്ടോ. അത് മതി, അത് മാത്രം മതി. പഴഞ്ചൊല്ലിക്കൂടി പറയാനായിട്ട് ശ്രമിക്കുക. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഞങ്ങൾ ഒരിക്കലും ഒരു കാര്യം അറിയാനുണ്ട്. എന്താണ് നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. നമ്മുടെ സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളി പൊളിച്ചും പള്ളിക്കൂടം പണിയണമെന്നുള്ള ആശയത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം പൊളിക്കും, എല്ലാം പണിയും. ആ ഒരു ലക്ഷ്യമേ നമ്മുടെ സഭയ്ക്ക് ഇപ്പോൾ ഉള്ളൂ. ആടിനറിയാമോ അങ്ങാടിയിലെ വാണിഭം? പുറത്ത് എന്താ നടക്കുന്നതെന്ന് ഇവരാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുതേ. സഭാജനങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുമരനെന്നും
കുമ്പിളിൽ തന്നെ ആയിരിക്കും കഞ്ഞി. അപ്പോൾ അതിരിക്കട്ടെ, നമ്മുടെ തിരുമേനിമാരെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ കേൾക്കുന്ന അവരെപ്പോഴും ഗ്രൂപ്പിസവും പക്ഷാഭേദവും ഒക്കെ കാണിച്ച് നടക്കുകയാണെന്ന്. അവരെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ കറിയാച്ച അതിനെ പറ്റി പറയാതിരിക്കുന്നതാ ഭേദം. തിരുവായിക്ക് എതിരുവായില്ലല്ലോ. ആശാൻ അക്ഷരമൊന്ന് വിരച്ചാൽ ശിഷ്യർക്ക് 51 പിഴയ്ക്കും എന്നാണ് പ്രമാണം. അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയണം. അടുക്കള പിണക്കം അങ്ങാടി പാട്ടാക്കാത്തവരായിരിക്കണം. അച്ചിക്ക് കൊഞ്ചുപക്ഷം, നായർക്ക് ഇഞ്ചിപക്ഷം, കുറുന്തോട്ടിക്കും വാദം പിടിക്കുമെന്ന് ഓർമ്മ വേണം. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട്. നമ്മുടെ പള്ളികളെ പറ്റി, നമ്മുടെ സഭയുടെ പള്ളികളെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? അതെന്ത് പറയാനാ തോമാച്ച? ഇപ്പോൾ പോളിസികളും നിയമങ്ങളും കടലാസ് പുലികളായിട്ട് വിരാജിക്കുന്ന കാലമല്ലയോ ഇത്? പോളിസികൾ പാലിക്കാനുള്ളതാണ്, പക്ഷെങ്കിൽ ഇത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു കാര്യമല്ലയോ? ഇതൊക്കെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലയോ തോമാച്ച? ഇരുന്നിട്ട് വേണം കാല് നീട്ടുവാൻ. വരാനുള്ളത് വഴി തങ്ങുമോ കറിയാച്ച? അത് ശരിയാണ് തോമാച്ച. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കണം, നമ്മുടെ സഭയിലുള്ള അച്ഛന്മാരെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? കൊക്കെത്ര കുളം കണ്ടതാ, കുളം എത്ര കൊക്കിനെ കണ്ടതാ. അണ്ടിയോട് അടുക്കുമ്പോഴല്ലയോ മാങ്ങായുടെ പുളി അറിയൂ. വേലിയിലിരിക്കുന്ന പാമ്പിനെ തോളിലെടുത്ത് ഇടണോ, നമ്മുടെ തോളിലിടണോ കറിയാച്ച? കൂടാതെ ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ സദാസമയവും ഇടവക ജനങ്ങൾക്ക് തോണ്ടിക്കൊണ്ടിരിക്കാൻ കണ്ടന്റ് കൊടുക്കുന്നവരായിരിക്കണം കറിയാച്ച. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ട് ജനത്തിൻ്റെ സ്വൈര്യത കെടുത്തുന്നവരായിരിക്കണം കറിയാച്ച. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന തിരിച്ചറിവ് അച്ഛന്മാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കറിയാച്ച. എൻ്റെ തോമാച്ച കൊള്ളാവല്ലോ, ഉരുളയ്ക്ക് ഉപ്പേരി പോലാണല്ലോ മറുപടി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടവകയിലുള്ള വൈസ് പ്രസിഡന്റുമാരെ പറ്റി എന്താണ് അഭിപ്രായം? വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞാൽ ചക്കിക്കൊത്തൊരു ശങ്കരനായിരിക്കണം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നതുപോലെ എങ്ങനെ പോയാലും എനിക്കൊരു സ്ഥാനം ഒപ്പിച്ചെടുക്കണമെന്നുള്ള ഒരു ചിന്തയുള്ള ആളായിരിക്കണം നമ്മുടെ വൈസ് പ്രസിഡന്റ്. ഓ, അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടവകളിലൊക്കെയുള്ള സെക്രട്ടറിമാരെ പറ്റി എന്താണ് അഭിപ്രായം? സെക്രട്ടറിയെ പറ്റി പറഞ്ഞാൽ കുണ്ടികുലുക്കി പക്ഷിയെ പോലെയാണ്. എല്ലാം തൻ്റെ തലയിൽ കൂടാണ് കയറി ഇറങ്ങുന്നെന്നുള്ള വിചാരമുള്ള ആളായിരിക്കണം. താനില്ലെങ്കിൽ പിന്നെ പള്ളി നിന്നു പോകും എന്ന് അദ്ദേഹം വിചാരിക്കരുത്. നടന്നിട്ട് ഫലവുമില്ല, നായിക്കിരിക്കാനിട്ട് നേരവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകയിലൊക്കെയുള്ള ട്രസ്റ്റിമാരെ പറ്റി എന്താണ് അഭിപ്രായം? കമന്ന് വീണാൽ കാൽപ്പണം കൊണ്ടുവരുന്നവരായിരിക്കണം. കടമില്ലാത്ത കഞ്ഞിയാണടോ ഉത്തമം. കടം കാലിന് തുല്യമാണടോ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. അങ്ങനെയാണെങ്കിൽ ഇടവകളിലൊക്കെ കണക്കന്മാരില്ലേ, അവരെ പറ്റി എന്ത് പറയുന്നു? ആറ്റിൽ കളഞ്ഞാലും കളയുന്നവനായിരിക്കണം. അല്പം ലാഭം പെരിയ ഛേദമെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിയുന്നവനായിരിക്കണം. കുപ്പയിൽ കളഞ്ഞാലും അളന്ന് കളയുന്നവനെ ആക്കാവൂ അക്കൗണ്ടൻ്റായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകളിലൊക്കെ ഈ ആത്മായ ശുശ്രൂഷകന്മാരുണ്ടല്ലോ, അവരെ പറ്റി എന്ത് പറയുന്നു? വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടല്ലടോ. ചുക്ക് ചേരാത്ത കഷായമുണ്ടോ കറിയാച്ച? മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് ഉണ്ട് എന്നുള്ള സ്വഭാവമുള്ളവരായിരിക്കരുത് കറിയാച്ച. അങ്ങനെയാണെങ്കിൽ ഈ പള്ളിയിലെ കണക്കൊക്കെ നോക്കുന്ന ഓഡിറ്റേഴ്സ് ഇല്ലേ,
അവരെ പറ്റി എന്താണ് അഭിപ്രായം? അവരെ പറ്റി പറഞ്ഞാലോ, 9 മാസം കടത്തിലാണ് ഓടുന്നത് എന്ന് ജനത്തിന് നേരെ തിരിഞ്ഞു നിന്ന് പറയുന്ന ആളായിരിക്കണം ഓഡിറ്റർ. പിന്നെന്താ, കാട്ടിലെ തടി തേവർഡാന വലിയടാ വലി വലിയടാ വലി. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകയിൽ നിന്നൊക്കെ ഈ മണ്ഡലത്തിലേക്ക് ആളുകളെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ, മണ്ഡലം മെമ്പേഴ്സ്, അവരെ പറ്റി എന്ത് പറയുന്നു? മണ്ഡലം മെമ്പറെ പറ്റി പറഞ്ഞാല് ചുമ്മാതെ ചവച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി, അവല് കണ്ട വിടുമോത കറിയാച്ച. പെണ്ണൊരുമ്പെട്ടാലുണ്ടല്ലോ ബ്രഹ്മനും തടിക്കില്ല കറിയാച്ച. കണ്ടാൽ അറിയുന്നവൻ കൊണ്ടാൽ അറിയും, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. തോമാച്ച, വെറുതെ അതിന് നിന്നു കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ അസംബ്ലി മെമ്പേഴ്സിനെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ, അസംബ്ലി മെമ്പേഴ്സ്, അവരെ പറ്റി എന്ത് പറയുന്നു? മണ്ണും ചാരി നിന്നവൻ പെണ്ണു കൊണ്ടുപോയതുപോലെ ആകരുത്. എടോ, മിന്നുന്നതെല്ലാം പൊന്നല്ല. വനിതാ മെമ്പറെ കുറിച്ച് പറഞ്ഞാൽ അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണോ തോമാച്ച? നീർക്കോലിയെ നീന്ത് പഠിപ്പിക്കണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകളിലൊക്കെ ഈ സീനിയർ സിറ്റിസൺസ് ഉള്ളോ, അവരെ പറ്റി എന്ത് പറയുന്നു? സീനിയർ സിറ്റിസനെ പറ്റി പറഞ്ഞാല് അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമാണെങ്കിലോ അത് പറ്റില്ലല്ലോ. ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാടോ, പാണ്ഡൻ നായുടെ പല്ലിന് ചൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. എങ്കിലും ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോടോ? ആരെങ്കിലും കതിരിൽ വളമിട്ട് കൊടുക്കുമോടോ? എന്തെങ്കിലും ചോദിച്ചാൽ താൻ എന്തോന്നാടോ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതാണ് കാടടച്ച് വെടിവെക്കുന്നേ? താൻ എന്താ ഈ പറയുന്നത്? ആനക്കാര്യത്തിനിടയിലാണ് താൻ്റെ ഈ ഒരു ചേനക്കാര്യം. ഓ, അത് ശരിയാണ്, അതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സൺഡേ സ്കൂളിനെ പറ്റി എന്ത് പറയുന്നു? മുളയിലേ അറിയാം വിത്ത് ഏതെന്ന്, ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലയോ കറിയാച്ച? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകളിലൊക്കെ ഇടവക മിഷൻ, പാരിഷ് മിഷൻ ഉണ്ടല്ലോ, അവരെ പറ്റി എന്ത് പറയുന്നു? എടോ, ആ സംഘടന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പോലെ അല്ലേ കാര്യങ്ങള്? ചന്ദനം തേച്ചാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. മക്കളെ, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകളിലൊക്കെ ഉള്ള സേവ്യാ സംഘത്തെ പറ്റി എന്ത് പറയുന്നു? പെൺകാര്യം വൻകാര്യം ഞെക്കിപ്പിഴിഞ്ഞ പഴം പോലെയല്ലേ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അതിൻ്റെ അർത്ഥം തനിക്കറിയാമോടൂ? അറിയത്തില്ലല്ലോ തോമാച്ച. അടിസ്ഥാനം എന്തായാലും, അടിസ്ഥാന സ്വഭാവം എന്തായാലും അത് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് മാറ്റത്തില്ല. ഓ, അത് ശരി, അത് ശരി. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? അഴകുള്ള ചക്കയിൽ ചുളയില്ലടോ മക്കളെ. പിന്നെന്താ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമാടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകളിലൊക്കെ ഈ കൊയറുണ്ടല്ലോ, അവരെ പറ്റി എന്ത് പറയുന്നു? ഓ, കൊയറിനെ പറ്റി പറഞ്ഞാല് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലല്ലയോ? സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതല്ലേ ഉത്തമം. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ഓ, വേണ്ട വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടവകളിലെ യൂത്തുകാര്, യുവന സെക്രട്ടറിയെ പറ്റി എന്ത് പറയുന്നു? വെട്ടൊന്ന് മുറി രണ്ട് എന്ന ചിന്താഗതി അവർക്കുണ്ടായിരിക്കരുത്. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ എതിലെയും പായുന്നവരവരായിരിക്കരുത്. വിളഞ്ഞാൽ പിന്നെ വെച്ചേക്കരുത്. നിലാവിത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ആകരുത്. യൗവനത്തിലെ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക എന്നായിരിക്കണം അവരുടെ ചിന്ത. യൗവനത്തിലെ സൃഷ്ടാവിനെ അറിയുന്നതാണ് ഉത്തമമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലുള്ള ഈ കൈസ്ഥാന സമിതിയെ പറ്റി എന്ത് പറയുന്നു? കൈസ്ഥാന സമിതി എടോ, പലതരം ആൾക്കാരാ അതിനകത്തുള്ളത്.
കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കുന്നവരായിരിക്കണം. വാ അറിഞ്ഞാൽ ചെവി അറിയാതെ കൊള്ളൂ എന്നുള്ള ഓർമ്മ അവർക്ക് വേണം. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കുമിടൂ. അതിൻ്റെ അർത്ഥം തനിക്കറിയാമോ എന്താണെന്ന്? അറിയില്ലല്ലോ തോമാച്ച, ഒന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ ആഗ്രഹം ശക്തമെങ്കിൽ എന്തും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. പുരയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമേലെ തോണി എന്നല്ലേടൂ. അതിൻ്റെ അർത്ഥമോ തനിക്കറിയാമോ? അയ്യോ, എനിക്കറിയത്തില്ലേ, ഒന്ന് പറഞ്ഞാട്ടെ. ഏത് സാഹചര്യം വന്നാലും അതിനെ നേരിടുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടായിരിക്കണം. കരയടുക്കുമ്പോൾ തുഴ കളയരുത് മക്കളെ, അതറിയാമോ? അതും അറിയത്തില്ല തോമാച്ച. നിങ്ങൾ ലക്ഷ്യത്തോടടുക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നിർത്തിക്കളയരുതേ. അവസാനമായി വളമിടുക, വരമ്പിടുക, വാരം കൊടുക്കുക, വഴിമാറുക. ഇതായിരിക്കണം കൈസ്ഥാന സമിതി. ആയതിനാൽ കൂട്ടരെ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. കയ്പിൻ്റെ അനുഭവം മാറി മധുരത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒത്തൊരുമയോടെ നമുക്ക് പ്രവർത്തിക്കാം. സ്നേഹത്തോടെ പ്രവർത്തിക്കാം. അന്യോന്യം കൈകോർത്തുകൊണ്ട് നമ്മളുടെ പള്ളിക്കും പള്ളിയുടെ ഉന്നമനത്തിനായിട്ട് ശ്രമിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. കറിയാച്ചനും തോമാച്ചനും വിട വിട വിട.